കൊണ്ട് പോകണ്ട കൊണ്ടുപോകണ്ടെന്ന് പറയത്തുള്ളൂ. അവർ ഈ ചിപ്സ് ഒക്കെ തരുവാണെങ്കിൽ അതൊക്കെ പൊതി ഞാൻ പോക്കറ്റിൽ വെക്കും. ഉസ്മാൻ വിളിച്ചായിരുന്നു ഉസ്മാൻ. ഹലോ എടാ ജമാൽ എവിടെ നീ എവിടെ ഉണ്ട് ഇപ്പം? ഞാൻ അങ്ങോട്ട് വരാം. എടാ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലാ? അല്ല നീ ഓൾറെഡി പോയല്ലേ? അപ്പൊ കേറിയില്ല, പുറത്താ കാറിലുണ്ട്. ഞാൻ ഇവിടെ വണ്ടി ചോട്ടാ. കാറിലെ കൊറേ ഇതായിട്ട് ഞാൻ ഇവിടുന്ന് കത്തിപ്പോയി. ഞാൻ ഇവിടെ ഉണ്ട്, കേറിനോടത്തുണ്ട്. കുറച്ച് ഉള്ളോട്ട് വരുമ്പോ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ എന്നാ നീ അവിടെ തന്നെ നിന്നോ, ഞങ്ങൾ അങ്ങോട്ട് വരാം, ഒരുമിച്ച് കേറാം. ഓക്കെ അണ്ണാ. ഡസ്റ്റോ കത്തിയോ? ഹലോ അണ്ണാ. പറടാ. കുറച്ച് റിസ് ലുക്കാണേ. അയ്യോയോ. ഓക്കെ ഫേസ് ക്യാമറ പോയാ? ഇല്ല ഞാൻ ഫേസ് ക്യാം ഓണാക്കാൻ പോയാ. നേരത്തെ തന്നെ കണ്ടില്ലേ? എവിടെ? മറ്റേ എന്റെ ഫേസ് എന്നെ കാണുമ്പോൾ എത്ര ഏജ് ഉണ്ട് പറയാം? അല്ലേ? അതെ ഒരു 20-21. സ്വീറ്റ് 17 അല്ലേ? 17 എത്ര കൊല്ലം മുമ്പ്? ഇല്ല ഇപ്പൊ. അയ്യോ അവൻ എന്താ ഇടിച്ചിട്ട് പോയി ചോദിക്കട്ടെ അവന്റെ? ഇല്ല വേണ്ട ചോദിക്കണ്ട. ചോദിച്ചാ കമ്മ്യൂണിക്കേഷനാ. അതെ ബൈക്ക് എന്തൊക്കെയാണോ കൊണ്ടുപോണത് വണ്ടിയുടെ പറയല് ഗ്യാങ് കാറാടാ. എന്തെങ്കിലും വള്ളി വന്നാ ബൈക്ക് പിടിച്ചോ? എടാ എല്ലാരും വാടാ, ഇവിടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് വാ. ഇപ്പൊ കൊറേ പേര് കത്തും തോന്നുന്നില്ലേ? ഇപ്പൊ ഒരു 50 പേര് കത്തിപ്പോവും. നല്ല കത്തലുള്ളവര് കുഴപ്പമില്ലടാ, സീനില്ല, ബുദ്ധിമുട്ടി ഇതാവണ്ട. അണ്ണാ ഏക്കർ കണക്ക് നടക്കമുണ്ട്, നടന്നു പോകാനൊന്നും പറ്റൂല. എന്തോ കേട്ടില്ല? ഏക്കർ കണക്ക് നടക്കും. ഓ ഇത് എന്തോ? ഹലോ അയ്യോ ഇത് ഗ്യാങ് ഹൗസാ? ഇത് പഞ്ചായത്ത്. വാ കേറ്. ഇത് വണ്ടി ഓടിച്ചാ നടന്നു കയറുന്ന ഇമ്പോസിബിൾ ആണ്. ഇവന്മാരല്ലേ സിറ്റിയിലുള്ള എല്ലാ റിസോർട്സും ഇവന്മാരെ എടുത്ത്. ഇതാണ് മെയിൻ റീസൺ സിറ്റി കട്ടിപ്പോയത്. പോടാ, ഞാൻ വേറെ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. എടാ ഇവരൊക്കെ ഇങ്ങനത്തെ പ്രീമിയംസ് ഒക്കെ എടുത്ത് ഇതുപോലത്തെ കൊണ്ടുവന്നിരുന്നോണ്ടാണ് സെർവർ റൺ ആവാനുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ആവുന്നത്, മനസ്സിലായ? അങ്ങനെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട് ഇതിനകത്ത്. എടാ ഇവനല്ലേ ആരെല്ലാം തോളത്ത് കയറ്. നീ എന്താ കുതിര റേസിന് പോണോടാ നീ? താടി വെച്ചാ താടി ഇല്ലായിരുന്നല്ലേ കഴിഞ്ഞ ആഴ്ച? അല്ല അത് മറ്റേ റിസ് ലുക്ക്. നമ്മുടെ ഒരു കുടുംബമൊക്കെ കാണാൻ പോകുമ്പോ ഒരു ഇതില് പോണ്ടേ, മാന്യത. നമ്മളെ പിള്ളേരെ 1 2 അണ്ണാ മൂന്നാമത്തെ വീഡിയോത്തിലാണ്. ഇല്ല ഞാൻ എനിക്ക് ഒന്നായതേ ഉള്ളു വീണ്ടും. ബ്രോ കേറിക്കോട്ടെ അകത്തോട്ട്. ഹലോ കേറിക്കോട്ടെ. ഉസ്മാനായിരുന്നു, ഞാൻ ജമാലുമായിരുന്നു. ജമാല് വണ്ടിയിലല്ലേ? എടാ നിന്നെ അവനെ ഒന്നും തിരിച്ചറിയാൻ പറ്റണല്ലോ, മനസ്സിലായോ? അത് ജമാലു. അണ്ണനല്ലേ പിടിച്ചേ, മാറി പിടിച്ച്. ഒരു പർദ്ദട്ട് കേറിയാലോ? ഫ്രീ യാത്ര. ഇതെന്താ ഫുള്ള് ലൈറ്റ്. പയ്യെ വാടാ പുറയിലാരോടെ ഓടിക്കുന്നേ? നമ്മളെയാണ് വെൽക്കം ഹാർട്ട് ഇട്ടത് ഇല്ലേ? ആണോ? നമ്മളെയാണോ? അല്ല
നമ്മളെ ഒരു വണ്ടി എടുത്തൊക്കെ ഹലോ ആ ബ്രോ വണ്ടി എവിടെ നിർത്തുന്നു? ഇവിടെ ലെഫ്റ്റില് ലെഫ്റ്റിലോ? ഓക്കെ. അതുകളെ ലെഫ്റ്റ് വണ്ടി ഇവരെ പിടിച്ച് തല്ലിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ ചെല്ലുന്നു. എനിക്ക് എന്തൊരു ചെറിയ നാണക്കേടുണ്ട്. അയ്യോ ഇപ്പൊ രാജുഭായി ഉണ്ടാവുള്ളി എന്നെ കണ്ട് അവ പറയും നിങ്ങളുടെ അച്ഛനെ വിളിക്ക പറഞ്ഞു. ഡസ്റ്ററോ നമ്മളൊരു നല്ല പരിപാടിക്ക് വന്നതാണ്, മനസ്സിലായ? അതെ എന്നാ മുണ്ടാണോ എടുത്തേ? മുണ്ടാണ് അവിടുത്തെ. ഇവിടെ അല്ലേ കാറ്റല്ലേ അണ്ണാ? അലിയ ആ ഓ വെൽക്കം ഓ സ്നേഹം മാത്രം. സ്റ്റേ മാത്രം ഹലോ 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 പരിപാടിയൊക്കെ എന്താ, എങ്ങനെയാണ്? ഞങ്ങൾക്കൊരു വാറും പ്രീ വാറും ഉണ്ടായിരുന്നു. അതാ TBS ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു, കഴിഞ്ഞിട്ട് വരാന്നുള്ള ഇതിലിരിക്കുവായിരുന്നു. ഓ നിങ്ങൾ ഈ വാസ്തുപ്രവെന്നൊന്നും വിളിക്കുന്നത് വെച്ച് ഇതാക്കേണ്ട കേസ്. ഓൾറെഡി നിങ്ങൾക്കൊരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്കൊരു ഓഡിയൻസ് സ്പേസ് ഉണ്ട്. അപ്പൊ അതിൽ കുറെ പേർക്ക് അവർക്ക് അണ്ണാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ആദ്യമേ ഞാൻ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ അതൊരു കൺസിഡർ ചെയ്തിട്ടാ വിളിക്കണം. അങ്ങനെ എന്താ അതൊക്കെ അവർക്ക് ഇഷ്ടമല്ല. ഇല്ല എന്നെ ലോകത്തുള്ള എല്ലാരും എന്നെ അണ്ണാന്ന് വിളിക്കണോ? അതൊന്നും അങ്ങനെ ഒരു സാധനം ഇല്ല. ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. ഒരു ഗ്യാങ് കൊണ്ട് പറഞ്ഞു വരുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ടൊന്ന് പിടിച്ചു നിർത്തി. ഓ ഇവിടെ തൊട്ടടുത്ത് അണ്ണോന്റെ ഗ്യാങ് ഹൗസ് ഉണ്ടല്ലോ. മുമ്പിലെത്തി ഞാൻ പുറകെ വരുവാ. നിങ്ങൾ അവിടുത്തെ ഏത് വണ്ടി ഏത് ഗ്യാങ്ങാ നോക്കി വെച്ചാൽ മനസ്സിലായടാ. ആ ഹൈ എന്റെ അമ്മ ഇത് കൊള്ളാല സെറ്റപ്പ്. ഇത് മറ്റേ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു മീറ്റിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്തതാ. ഓ കോളേജ് നൊസ്റ്റാൾജിയ പരിപാടി ഉണ്ടല്ലോ, അതുപോലെ സെറ്റ് ചെയ്തതാ. ശരിയാ ഇത് കൊള്ളാം. ഞാനോർത്ത് ഇതുവഴി വല്ല എൻട്രൻസ് വല്ല ഉണ്ടെന്ന്, അതാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഇല്ല രാജു ഭായ് രാജുഭായി എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഫുള്ളോട്ടം തന്നെ. പാലാച്ചേട്ടൻ 2 അടിച്ചൊക്കെ ഇരിക്കണേ. അടിച്ചിട്ടുണ്ട്. അടിക്കാതിരിക്കോ? അവിടെ ഉണ്ടെന്ന് തോന്നണം. സൗണ്ട് കേൾക്കപ്പോ നല്ലൊരു ഞങ്ങള് വാറേണ്ടി വരുന്ന വഴിയാ. ഹലോ നീ ഫോണിലാണ്? ഇതൊരു ശരിക്കും ഈ ഫയല് ഇത് ഒപ്റ്റിമൈസ്ഡ് ആണോ? ഇത് ആണല്ലേ? അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോഡ് വരിക്കും. ഇനി ഇവിടെ മറ്റേ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഒക്കെ വന്നാ എല്ലാരും മൂഞ്ചി. ഇല്ല, കംപ്രസ് ചെയ്ത് മാക്സിമം കംപ്രസ് ചെയ്തിട്ടാ ചെയ്ത്. ആണല്ലേ? ഇതിലെ പോവാ. എല്ലാത്തരം ചെടികളും ഉണ്ട് ഇവിടെ, കണ്ടാ? ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള ചെടികൾ മൊത്തം ഇവിടെ ഉണ്ട്. അതെന്താ ഇവിടെ സോളാർ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? പിന്നെ എങ്ങനെ ഇവിടെ കറണ്ട് ബില്ല് താങ്ങുമോ? ഇത്രയും മെമ്പേഴ്സ് ഇല്ലടാ, അവര് പണിയെടുക്കുന്നില്ലേ? ഞാനും ഈ KCB ആയാലും ആലോചിക്കാം. ഒരു പ്രശ്നമില്ല. തൂണെന്തോ ചെറിയ ബഗ്ഗുകളുണ്ട്. ഇഷ്ടപ്പെട്ടോടാ? ഒരു ബഗ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അടുത്ത് കണ്ടുപിടിക്കട്ടെ. അല്ല, ഇത് ഓൾറെഡി നമ്മളെ കിട്ടിയതാ. ഇല്ല അവൻ ഇല്ലായിരുന്നു, അവൻ വന്നില്ല, സിറ്റി വന്നില്ല.
ശരി ഇവിടെ ജട്ടി ഇട്ടാണ് നടക്കുന്നത് കാണിച്ചിട്ടാ പോയി നമ്മളെ ഇതിൽ എങ്ങോട്ട് പോവാ ഇവിടെ ഷേഖ് ഇത് ജമാലു ഇത് നമ്മുടെ ജമാലു ഒന്ന് വന്നടാ. അറിയാം ജമാലുനെ അറിയാം. ആ ഇത് അവൻ നമ്മുടെ കൂടെ വരുവാന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു. ഇവ ഇതിനു മുമ്പ് ഇതിനകത്ത് കയറിയായിരുന്നോ? എപ്പോഴും കണ്ട് ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈമാ കേറണ. ആ ഞാൻ കത്തി. നമുക്കറിയില്ല. കാട്ടാക്കട ജമാല് ഫേമസ് അല്ലേ നമുക്കറിയാം. ഓ നിന്റെ ഫുൾ നെയിം അങ്ങനെയായിരുന്നല്ലേ? എനിക്ക് പോലും പറഞ്ഞൂടായിരുന്നു. ഏ നിന്റെ ഫുൾ നെയിം കാട്ടാക്കട ജമാലു എന്നാണോ? അണ്ണൻ ജോക്കിന്റെ അടുത്ത് നിന്ന് ഊക്കി ഓർമ്മല്ല. ആ ഓർമ്മയുണ്ട് ഇപ്പൊ ഓർമ്മ. അണ്ണ ഊക്കുന്നത് അണ്ണ മറക്കുന്നു. കാട്ടാക്കട എവിടാ? കാട്ടാക്കട എവിടെയാന്നോ? അങ്ങനെ വെക്കരുത്. ടേബിള് പെറ്റ തന്തനെ ഞാൻ മറന്നതാ. അടി ശരിയാവും ശരിയാവും ഇപ്പൊ ഈ അടിച്ച് ശരിയാണോ? അല്ല സോറി, പെറ്റ അമ്മ. ഇത് ശരിയാവുന്നില്ല. ഇതിനെ പറ്റി അത് അങ്ങനെ ഒരു ഇത്. പറയാതെ അയ്യോ ഇപ്പഴേ സത്യം പറയാലോ. പറ ശരി. ജോക്കി വന്നില്ലേ? ജോക്കി വന്നില്ലേ? ഇല്ല കണ്ടില്ല ജോക്കിനെ. ജോക്കി ഇന്ന് വന്നില്ല. ജോക്കി ഇന്ന് സിറ്റി വന്നില്ലായിരുന്നു മൊത്തത്തില്. ഹലോ ഇത് ഹെലിപാഡ് ഞങ്ങളെ ഗ്യാങ് ഹെലി റെഡി ആയിട്ടില്ല. ഓഹോ അപ്പൊ ഇത് ഇങ്ങനെ മേലെ ഓപ്പൺ ആവും. ഓ അത് കൊള്ളാം കേട്ടോ. അതെങ്ങനെ ജസ്റ്റ് ഇത് കൊണ്ടുവരുമ്പോ തന്നെ ഓപ്പൺ ആവും അതോ? അതെ അതിന്റെ അടുത്ത് എത്തി. അതെ ക്ലോസ് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗേറ്റ് ഓപ്പൺ ആവില്ല. പക്ഷെ ചില സമയത്ത് ഗേറ്റിന് ബഗ് ഉണ്ടാവും. അതുപോലെ ഈ സാധനം ഹെലി ആവുമ്പോ തട്ടി നിൽക്കും എന്നുള്ളത് നോക്കിയാൽ മാത്രമാണ്. അത് ചെക്ക് ചെയ്യണം. അത് നോക്കി അത് ചിലപ്പോ നോക്കണ്ടായിരുന്നു. ഇത് കൊള്ളാം. പക്ഷെ ആ സാധനം കൊള്ളാം. അത് കൊള്ളാല്ലേ? ഗാങ് ഹൗസിലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലടാ. ഓ പിന്നെ അത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ തട്ടി ഹെലി പൊട്ടില്ല. ചില സമയത്ത് ഡോർ ഓട്ടോമേഷൻ ആണെങ്കിൽ പോലും ചില സമയത്ത് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സമയത്ത് അത് പരിപാടി ഉണ്ട് ഇത് കഴിഞ്ഞാ? എന്തോ അടുത്ത വല്ല പരിപാടി ഉണ്ട് ഇത് കഴിഞ്ഞാ? ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ വാറ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചാണ് ലേറ്റ് ആയി പോയത്. നേരത്തെ വന്നപ്പോ PvP സിറ്റുവേഷൻ ഹോൾഡ് എന്ന് പറഞ്ഞ് ഇട്ടായിരുന്നു. അപ്പൊ ഹോൾഡ് ആണെങ്കിൽ പിന്നെ നേരത്തെ വന്നിട്ട് നീ കത്തിപ്പോയനെ ആണല്ലേ? സമാധാനം. ബാബു ഉണ്ടായിരുന്നു സിറ്റിയിൽ. അപ്പൊ ബാബുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇത് വന്നത്. കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പൊ തീർന്നേ ഉണ്ട് ഇവിടെ. റാമ്പ് ഒന്നും വിടുന്നില്ല ബ്രോ. എടാ റാമ്പ് ഒക്കെ വെളിയിൽ പോലും എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ച ആൾക്കാരാ, മനസ്സിലായ? ഇല്ല അവിടാ. എടാ അതവർക്ക് ഈ ആർപിക്കകത്ത് വരുമ്പോ കൈസ് ഗ്യാങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് എനിക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് അത്, മനസ്സിലായ? പിന്നെ വേറെ മാക്ക് പോയി കത്തി മൊത്തത്തോടെ കത്തി. മാക്ക് കത്തിപ്പോയ മൊത്തം പോയി. KCB കൊണ്ടുപോയി. കുഞ്ഞിനെയും കൂടെ നോക്കണേ രാജുഭായ്. കൊച്ചിനെ ഏത് പെൺകൊച്ചിനെ? വേറെന്താ പണി തന്നെ? എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത്. ഒരു ഡൈനിങ് ഹാള്, ഇത് പുറത്തെ കിച്ചണും. സൗണ്ട് കുറച്ച് ഷൗട്ടൊക്കെ. ഓപ്പൺ കിച്ചൺ. പഴോ as a TVA fan in excellent is the new best gang house is MRC. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളല്ലേ? അടുത്തേക്കോട്ടോ എന്തോ റീഡിംഗ് റൂം. ചുമ്മാ പേരിട്ടേ ഉള്ളു, ആരും വരില്ല. വായനാശീലമൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള പരിപാടിയല്ലേ? എന്തിനു വെറുതെ? അതും കൂടെ എന്റെ തലയിട്ട്. നമ്മുടെ ഗോകുവിന്റെ ഒരു ബുക്ക് ഉണ്ട്, 101 കുണ്ണത്തരങ്ങൾ. അതോടൊന്ന് വെക്കണം. ഹലോ ഞാൻ ഇല്ലത്തപ്പോ എന്നെ കുറച്ച് കുണ്ടത്തിനെ പറഞ്ഞു കിട്ടും. അതെന്താ? നേരെ വന്ന തീ പോയ കത്ത് എന്ന് പറഞ്ഞേക്കെ നടുക്കൂടെ പറഞ്ഞേ. ആണോ? കുഞ്ഞു പോവാ. തീ പോലെ അണ്ണ ആ കട്ടല. ഞാൻ കുഞ്ഞു എല്ലാരും കുഞ്ഞു. പിന്നെടാ നേരെ പോയാ മതി. മീറ്റിംഗ് ഏരിയ മറ്റേ ഇത് കൊള്ളാടാ. ഇത് നോക്കടാ. ഇത് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു മീൻസ് കളർ വൈസ് കുറച്ച് ഇത് കുറവാണെന്നുള്ളു. പക്ഷെ എനിക്ക് ഇതുണ്ടോ
ഇതിപ്പോ ഹോസ്റ്റേജ് എടുത്താലേ ഓരോ ടൈം കഴിയുമല്ലോ ഉള്ളിൽ എത്തുമ്പോ ഹോസ്റ്റേജിന്റെ. ശരിയാ 15 മിനിറ്റ് തീരും. ഹലോ എടാ പക്ഷെ നിങ്ങൾ കണ്ടാതെ നമുക്ക് ഇല്ലാത്തൊരു കാര്യം എന്താന്ന് പറയട്ടെ, നമുക്ക് ഇതുപോലെ മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് ഇതാക്കാൻ പറ്റിയ ഒരു പ്രോപ്പർ സ്പേസ് നമ്മുടെ ഗ്യാങ് ഹൗസിലില്ല. മനസ്സിലായ? ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഏതോ ഒരു ടെമ്പററി ഗ്യാങ് ഹൗസിൽ ഏതോ ഒരെണ്ണത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഇത് ഏതിലായിരുന്നു ഇതിനകത്ത് ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ കൊണ്ടുവന്നേ? പിയോണിലാണെന്ന് തോന്നുന്നു നമ്മൾ ഇതുപോലെ ഒരു സാധനം കൊണ്ടുവന്നല്ലേ? അല്ല പക്ഷെ ഇപ്പൊ നമ്മുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ലടാ. നമുക്ക് ഇപ്പം നമ്മുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. എന്ന് വെച്ചാൽ ഇതേപോലെ ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്പേസ് നമുക്ക് ഇല്ലല്ലോ ഇപ്പം. എക്സ്റ്റൻഷനിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഏരിയ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണം സത്യം പറഞ്ഞ. T47 ഉണ്ടെന്നോ? എനിക്ക് അറിഞ്ഞൂടല്ലേ. T47 ഞാൻ അങ്ങനെ കണ്ടില്ല. ചൂട് ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്തില്ല. അതാ ഫുള്ള് സിന്ധുവാണ്. ചൂട് കത്തി. ഞാൻ പക്ഷെ ഇതിനകത്തോട്ടുള്ള വെളിയിലോട്ടുള്ള തീയും കായക്കും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് ടോർച്ചർ റൂം ആയിരിക്കും കേട്ടാ. ആണാ? ബട്ട് നമ്മുടെ മീറ്റിംഗ് ഏരിയ ഹാസ് ഡിഫറെന്റ് ഓറാണ്. പിന്നെ ഇവർക്ക് കൊടുക്കണ്ടേ? ഓ ഈ സൈഡിൽ കൂടെ താഴെ എല്ലായിടത്തും തീ ഉണ്ടല്ലേ? ഗോകുക്ക് ഉടനെ വരാനുള്ളത് ഇവിടെ. നോക്കി വെച്ചോ. തിരിച്ചിറങ്ങുള്ള വഴിയൊക്കെ പഠിച്ചു വെച്ചോ. അടുത്ത ഹോസ്റ്റേജ് ഞാൻ പറയാം കേസ്, ഒന്നെങ്കിൽ കണ്ണാപ്പി അല്ലെങ്കിൽ ഗോകു. ഇവർ രണ്ടിലായാലും ഒരാളാ. പക്ഷെ ഇത് കാണുമ്പോ മറ്റേ ടെമ്പിൾ റണ്ണിന്റെ ഒരു ആംബിയൻസ് ഇല്ലേ നിങ്ങൾക്ക്? ടെമ്പിൾ റണ്ണിന്റെ മറ്റേ പഴയ തീവല്ലേ, ആ ഒരു ആംബിയൻസ് ഇല്ലേ? വീട് ലെഫ്റ്റിലോട്ട് വേറെ വഴി. എനിക്ക് തോന്നുന്നു ഇവർക്ക് വഴി തെറ്റി പോവാണ് മുന്നോട്ട്. ഇവരും വഴി അറിയാം ബ്രോ. ഇവർക്ക് അറിയത്തില്ല. GPS ഉണ്ടോ? ഗൂഗിൾ അമ്മച്ചോട് ചോദിക്കാം. ആ ജംഗ്ഷനിൽ ലെഫ്റ്റിലോട്ടാണ് അവിടുത്തെ ചായക്കടക്കാരൻ പറഞ്ഞത്. ഇത് ലൂപ്പായത്. ഇപ്പൊ കാർഡി പോയി, വാറ് കഴിഞ്ഞ് കാർഡി പോയി. ഇവന്മാരെ ചുറ്റി കാണാൻ പറയാം. ഓടാൻ പറയാം. 20 അങ്ങോട്ട് കത്തിപ്പോയി തിരിച്ചങ്ങനെ ഇറങ്ങി പോയി. എനിക്ക് പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കേസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ് ആർപ്പിക്കകത്ത് തന്നെ സംസാരിക്കാൻ ഈ മടിയാണെങ്കിൽ റിയൽ ലൈഫിൽ കാണുമ്പോ എന്തായിരിക്കും? ഇതായിരുന്നു KVA vs TVA. താങ്ക് യു. ഒരെണ്ണം തോന്നുന്നു. ഒരുപാട് വലുപ്പമായി ഗ്യാങ് ഹൗസ്. എടാ അത് ചിലർക്ക് അങ്ങനെ ഇപ്പൊ ഈ ഷെയ്ക്കിന്റെ കോൺസെപ്റ്റുകളൊക്കെ കണ്ടിട്ടില്ലേ? പുള്ളി എല്ലാം മറ്റേ ഐലൻഡ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആണല്ലോ ആദ്യം സിറ്റിയെ കൊണ്ടുവന്നിട്ടുള്ളത്. ടോർച്ചർ ഫുള്ള് പണി തീർന്നിട്ടില്ല, കുറച്ചുകൂടി ഇതിന്റെ പണി തീർക്കാണ്ടത്. ഓ മനസ്സിലായി. പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് കക്കൂസ് വെച്ചില്ലല്ലോ ഇതിനകത്ത്. കൊടുക്കല്ലേ? അതിന്റെ മേലെ വലിയൊരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അത് ഭയങ്കര ഒരു ടോർച്ചറിങ് പോലെ ആവും. കുറച്ച് എടുത്ത് നമ്മൾ അങ്ങനെ ഇതാക്കാറില്ല സാധാരണ. നമുക്കിട്ടാണല്ലോ ഞങ്ങൾക്കിട്ടാണല്ലോ ഷെയ്ക്കാതെ. ടോർച്ചറി ആളെ കൊണ്ടുവരുമ്പോ തന്നെ പകുതി സമയം കഴിയും. നമുക്കിട്ടാണല്ലോ മച്ചമ്പി. അതാണ് പ്രശ്നം. ഒരു ലിഫ്റ്റ് വെച്ച കളയായിരുന്നു. ഉണ്ട്, വേറെ വഴിയുണ്ട്. ഈ മേലൊക്കെ പെട്ടെന്ന് പോയുള്ള വേറെ വഴി നമുക്ക് ഇറങ്ങുമ്പോ അതിലിറങ്ങാം. ഇത് ടോർച്ചർ റൂമാ. വേറെ അയ്യോ